അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യാത്ര പോവുകയാണ്. നിങ്ങളെയും ഞാൻ എൻ്റെ ഒപ്പം കൂട്ടുകയാണ്. കാരണം നമ്മളൊരു യാത്ര പോവുക എന്ന് പറയുമ്പോൾ ചിലർ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങും. ദാണ്ട് എൻ്റെ ആച്ചിക്കുട്ടൻ ഉറങ്ങുന്നത് കണ്ടോ. ഉറങ്ങുന്നവർക്ക് വല്ല കാഴ്ചകളും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിന് മുമ്പായിട്ട് പ്രകൃതി നമുക്ക് കനിഞ്ഞരുളി വെച്ചിരിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അതും പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പും മലകളും കൃഷികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പം ഞങ്ങളിപ്പോൾ ഒരു യാത്രയിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. മധുരയ്ക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മധുരയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരുപാട് നല്ല 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 ദൃശ്യങ്ങളും കാഴ്ചകളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോരെ. മുണ്ടക്കയം വഴിയാന്ന് തോന്നുന്നു. നമ്മള് ഫോറസ്റ്റ്, റാന്നി ഫോറസ്റ്റ് ആ ഏരിയയിൽ കൂടി പോവാ. എന്തോ ഉമ്മയുടെ ഫാമിലിയെ ഇഷ്ടമാണ്. അതിനോടൊപ്പം തന്നെ എന്റെക്കായ ഇഷ്ടമാ. അങ്ങനെ പറയരുത് മോനെ, അത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എനിക്ക് നിങ്ങളെല്ലാം വേണം, പക്ഷെ വല്യമ്മ വാപ്പിച്ച ഇല്ലല്ലോ. വാപ്പിച്ച മണ്ണിൽ നിന്ന് പോയില്ലേ. ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വനം വകുപ്പ്, അതെ, ഫോറസ്റ്റിന്റെ അകത്തുകൂടി ഇവിടെ എന്തോന്ന് അയ്യപ്പ സേവാ സംഘം എരുമേലിയാ അല്ലേ? എരുമേലി, പേട്ടതുള്ളൽ, ഇതാണ്ടത്. ഇതെല്ലാം ശാസ്താവിന്, ശാസ്താവിൻ്റെ ആയിരിക്കും. ഇവിടെ ആ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാർ അന്യ ദേശത്തുനിന്നും കംപ്ലീറ്റ് അയ്യപ്പന്മാരാ ഇവിടെ. കന്യ അയ്യപ്പന്മാരുണ്ട്. അവന് കളിക്കണമെങ്കിൽ വാപ്പ പോവാൻ. എല്ലാം ഈ പൂജാ സാധനങ്ങളും അതുപോലെ തന്നെ നോക്ക്. ഇവിടെ വന്നിട്ടില്ലാത്തവരാരും കാണത്തില്ല. ഹിന്ദു സഹോദരങ്ങളെ ഇതെല്ലാം എരുമേലി ടൗണാണ്. ശബരിമലയ്ക്ക് മാല ഇടുന്ന ആ മാലകളോ എല്ലാവരുടെ കയ്യിൽ വേണ്ടത്. ഇതാണ് എരുമേലി ബസ് സ്റ്റാൻഡ്. ഏത് അതാണോ വാവരിപള്ളി? ആവരിപള്ളി കാണത്തെ ആവരിപള്ളിയെ പറഞ്ഞല്ലേ? ശബരിമല അല്ല, എരുമേലി അല്ലേ മോനെ? വാവരിപള്ളി അതാണോന്ന് എനിക്കറിയില്ല. വാവുന്നത് കൊണ്ടു കുമളി 70 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നീർക്കാക്കയുണ്ട്, ചേരക്കോഴിയുണ്ട്. ആ വലിയ ചിറക് വലുത് കാണുന്നില്ലേ? അത് ചേരക്കോഴിയാ. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇല്ല, വലിയ ആഴമില്ല. ഇപ്പം വെള്ളം കുറഞ്ഞ സമയമായതുകൊണ്ടാ. നോക്ക്. ആ നമ്മൾ എരുമേലി കഴിഞ്ഞു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആച്ചി ഞങ്ങൾ 4 കൂടെ വീട്ടിൽ നിന്നൊന്ന് മുങ്ങിയതാ. ആച്ചിയും
വെറുതെ നടക്കുക. വണ്ടി നിർത്തിയിട്ട് കുറേ സമയം. നല്ല തണുപ്പുണ്ട് ഇവിടെ. എരുമേലി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ടായി. അല്ലാ, എരുമേലി കഴിഞ്ഞപ്പോൾ നല്ല നല്ല കാഴ്ചകൾ. പപ്പായ പതുക്കെ പുറകിലാക്കി. വേണ്ട, പപ്പായ ആച്ചിപ്പന്നും അതിൻ്റെ അകത്ത് തകർക്ക്. പപ്പായ ആച്ചിക്കുട്ടനെയും കൂടെ പുറകിലാക്കി. അപ്പം ഞങ്ങൾ കാരണം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ കുമളി ഭാഗമൊക്കെ ആകുമ്പം നല്ല കാഴ്ചകളാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാട്ടിത്തരാം. പല വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുമളിയിലേക്ക്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊലിക്കുട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. കഷ്ടമാക്ക് തന്തയുടെ സ്നേഹം എന്താണെന്നറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവള് ഭാഗ്യമുള്ളവളാണ്. അവളെ ഭാഗ്യമുള്ളവളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ തന്നെ വന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോന്നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നതാണ്. മനസ്സിലായോ? ടൗൺ ആണ് ഇത്. കണ്ടോ? കല്യാണാലോചനകൾ എത്രയോ. നമുക്ക് നേരെയാ പോകേണ്ടത്. നമുക്ക് ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോകാം. ആ ഒരു വീട്ടിൽ ഇതാ പഴയ പാലം മുണ്ടക്കയം പഴയ പാലം. മറ്റേ വെള്ളം അതെ. അയ്യോ, ഭയങ്കര വെള്ളപ്പൊക്ക സമയത്ത് ഒരുപാട് പാലം തകർന്നു പോകുന്നൊക്കെ നമ്മൾ ഇല്ല, ഇത് പോയില്ലായിരുന്നു. അതിനപ്പുറത്ത് കൊണ്ട് ആ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം മുണ്ടക്കയം ടൗണ്. ഞങ്ങളൊരു വീട്ടിലൂണ് അടിപൊളി. അതിൻ്റെ ഒരിത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചങ്ങോട്ട് പോയാൽ തമിഴ്നാട്ടിൽ ചെന്നുള്ള പരിപ്പും ചോറും പിന്നെ ഞങ്ങള് അന്നേരം നല്ല അരിയിടാ. ഞങ്ങളീ പച്ചരിയൊന്നും അല്ല കഴിക്കുന്നത്. അപ്പൊ അതാ നമ്മള് പൈങ്ങന മുണ്ടക്കയം പൈങ്ങന തടിമില്ലിന്റെ താഴോട്ട് ഇറങ്ങി വരുന്ന പരിപ്പ് നമ്മുടെ മുളക് സാമ്പാർ ചിക്കൻ. ഇങ്ങോട്ട് സൈഡിൽ മീൻകറി വേണം. പിന്നെ പരിപ്പുണ്ട്, പച്ചമുളക്, വേണ്ട അയല പൊരിച്ച് കണ്ട കൊണ്ട് തട്ടാൻ നിൽക്കുമോ? ഇവിടെ പരിപ്പാണ സാമ്പാറാണോ? പരിപ്പ് കറി കഴിയും. അത് വേറെ അവര് പറയുന്നത് നമ്മള് പറയുന്നേ ഉള്ളൂ. പൊന്നിനെന്താ വേണ്ടേ? സാമ്പാറ്, മോര്, മീൻകറിയാണ്. അല്ല, മീൻകറി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ നോക്കട്ടെ. പരിപ്പ് കറിയുണ്ട്. ഇതെന്തോ മീനെന്തുവാ? പുലിമുരുകനോ? കൊള്ളാം. വേണ്ട, ചാറിലോട്ടൊന്ന് മുക്കിയിട്ട് വേണ്ട മതി. വേണം എൻ്റെ പൊന്നിന്. എന്താ ഞാൻ കൊടുക്കാം ഇത്. എന്നാ ഇതാ എൻ്റെ പൊന്നിന് കഴിക്കുമ്പി വാരി തരട്ടെ. അതാണ്ട മോന് കിട്ടി കൊണ്ടുവരുന്നു. അതെനിക്കിതാ.
ഇഞ്ചി മുളക് ഇട്ടത് ഉമ്മ വന്നോന്ന് ചോദിച്ചു. അല്ല ഉമ്മ വന്നു ഞാൻ വന്നു. ഞാൻ ഉമ്മയുടെ കൊടുക്കാൻ. അപ്പം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് നല്ല വിശാലമായിട്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ റുക്കുവും ശാലുവും ഒക്കെ ഫോൺ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഉമ്മയെയും എൻ്റെ ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മയെയും റുക്കുവിനെയും ശാലുവിനെയൊക്കെ വീട്ടിലാക്കി ഉമ്മ വരുന്നുണ്ടല്ലോ ജോലിക്ക്. അപ്പം അവരുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ പോകുന്ന എവിടെയാണെന്ന് പറയാം. ഞങ്ങൾ മധുര പിന്നെ കണ്ണിൻ്റെ ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ പപ്പാടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം, ആച്ചിപ്പൊന്നിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ആച്ചിക്കുട്ടന് ജനിച്ച കാലം മുതൽ അവൻ കുറുക്ക് കഴിക്കണമെങ്കിൽ പോലും അവന് ഫോണ് പാട്ടൊക്കെ ഇട്ട് കൊടുക്കണം. കാത്തു, മൊട്ടത്തലയും, കുട്ടപ്പൻ എന്ന് വേണ്ട എല്ലാ പാട്ടുകളും എനിക്ക് കാണാപ്പാടമായിരുന്നു കേട്ടോ. അത് കാരണം ഇവന് കാഴ്ചയ്ക്ക് ഒരു ചെറിയ ഒരു അല്പം കാഴ്ചക്കുറവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അടിപൊളി കടച്ചക്ക കണ്ടോ. ഇവിടെ നീ നമുക്കൊരെണ്ണം മേടിക്കണം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ മൊത്തം കടകളിലെല്ലാം കടച്ചക്ക കേട്ടോ. കാരണം ഇവിടെ ഇതേണ്ട കടച്ചക്ക തോട്ടം വരുന്നത് പൈനാപ്പിൾ തോട്ടം. അത് കംപ്ലീറ്റ് പൈനാപ്പിൾ തോട്ടമാണേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മുക്കിലും മൂലയിലെല്ലാം കടകളിലും മുഴുവനും പൈനാപ്പിൾ. അതായത് ഈ മറച്ച് വെച്ചിരിക്കുന്ന എല്ലാം റബ്ബറിൻ്റെ താഴെയായിട്ട് തണൽ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഇതാണ്ടോ. ഇതെല്ലാം പൈനാപ്പിളാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടം നേരിയ നൂല് പോലെയാണ് വരുന്നത്. മഴക്കാലത്ത് ഇതുവഴി പോകുമ്പോൾ നല്ല ശക്തിയോടുകൂടിയാണ് വെള്ളം. നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും പോകുന്നത്. കുട്ടിക്കാനം മറിയൻ കോളേജ് മറിയൻ. അത് കുമളിയിലല്ലേ? ഇവിടെ തന്നെ കുമള ജയിച്ചിട്ട് അവർക്ക് പോരും. നമ്മളിവിടെ എത്തിയപ്പോഴാണ് ശ്യാമവും വിളിച്ചത്. അതാണ് കുട്ടിക്കാനം കോളേജ്, മരിയൻ കോളേജ്. നിന്നോട് മലയാളം ഒന്നും മേരിഗിരി 1966. അയ്യോ, അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. ഇക്ക പോലും ജനിച്ചിട്ടില്ല. പാപ്പാടേയും പാടേയും കല്യാണം. എന്താ അടിപൊളിയായിട്ടുണ്ട്. ആ വീടിന്റെ മുകൾ ഭാഗത്തായിട്ടാ കാറ്റാടി മരവും കൂടെ. അടിപൊളി. ഇത് പീരുമേടാ അല്ലേ? രസമാവും കാണാൻ. ഇല്ല മോനെ, നീ കിടക്കുന്നു. കേരളം തീർന്നിട്ടില്ലല്ലോ. പീരുമേട് കഴിഞ്ഞേ ഉള്ളു മോനെ. 160 കിലോമീറ്റർ. 160 വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ദൂരം. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ഒരു മുഷിച്ചിലുണ്ടെങ്കിൽ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് സമയം ഒന്ന് നടന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ടേ പോകാറുള്ളൂ. അത് രാത്രിയിലായാലും ഞങ്ങൾ ദീർഘദൂര യാത്രകൾക്കായാലും അങ്ങനെ തന്നെയാണ്. രാത്രി കുറേ സമയം വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വിശ്രമിച്ച് പതിയേ പോകത്തുള്ളൂ. എൻ്റെ രാജാവ് അതെന്നപ്പോ കംഫർട്ട് സ്റ്റേഷൻ പോ തോണ്ടതോ ഗ്രാമപഞ്ചായത്തിന്റെ തോട്ടങ്ങളാണ് കേട്ടോ. ഓ എന്റെ പൊന്നോ.
ഞാനിപ്പോ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. അവന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എന്താണെന്നറിയോ? എല്ലാവർക്കും അവനെയാണോ ഇഷ്ടമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇരവികുളം നാഷണൽ പാർക്ക് 139 കിലോമീറ്റർ, മൂന്നാറ്, ഏക്കടി 27, കരടി, ഗോൾഡൻ നടുക്കൊരു ലേക്ക്, BMW. അപ്പൊ ഐഫോൺ, അപ്പൊ സെക്കൻഡോ? സെക്കൻഡ് വാച്ച്. അപ്പൊ ഐഫോൺ 16 Pro ഫോൺ ഇരിക്കുന്നില്ലേ? നമ്മളിതാ കുമളി എത്തിയിട്ടുണ്ട്. കുമളി ടൗൺ ആണ്. നമ്മൾ കുമളി വന്ന കുറേ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. കുമളി തേനിയൊക്കെ വന്ന് നമ്മൾ താമസിച്ചതും ഓരോ സ്ഥലങ്ങൾ കണ്ടതും. ജുനൂസ് അല്ലേ, ജുനൂസ് മുന്തിരിത്തോട്ടത്തിൽ പോയതും മേഘമലയിൽ പോയതും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ കുമളി, നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കട ഇവിടെ ഉണ്ട് കായംകുളത്ത്. ഞങ്ങളവിടെ കടയിൽ കയറി സാധനം വാങ്ങിക്കുമ്പോഴാണ് അവർ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു കായംകുളം അടുത്ത് ഹരിപ്പാട്. അപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുവാണ്. പക്ഷേ ഇങ്ങോട്ട് നമ്മൾ വരാറില്ലല്ലോ, അതുകൊണ്ട് അത്ര പിടുത്തം കിട്ടിയില്ല. എൻ്റെ ഇവിടെ എങ്ങാണ്ടൊരു നമ്മൾ താമസത്തിന് വന്ന ഇവിടെ റോസാപ്പൂ കണ്ടത്തിലൊരു വീടെടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുമളി റോസാപ്പൂ കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയ അപ്പാടെ ഫോണല്ലേ അടിക്കുന്നു. ഹലോ, കുമളി ടൗൺ ആണ്. ഞങ്ങള് 10 മണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ മിക്കപ്പോഴും വരുന്ന സ്ഥലമല്ലേടാ. കഴിഞ്ഞ് ഞങ്ങള് കുമളിയിലെത്തി. പാതിരാത്രിക്ക് വന്നാലും നമുക്ക് ആ വീട് നമ്മളിവിടെ ഒക്കെ കയറി ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളതാ. കടകൾ മുഴുവനും സുഗന്ധവ്യഞ്ജനങ്ങളും ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളതാ. ഈ വഴി അങ്ങോട്ട് കയറി പോകുമ്പോഴല്ലേ നമ്മൾ താമസിക്കുന്നില്ലയോ ആ വീട്. അതായത് റോസാപ്പൂ കണ്ടം. ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാറ്. മറ്റേ നമ്മള് അങ്ങോട്ട് പോയാണ് നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൽ പോകുന്ന വഴിയാണ്. ആണോ? എത്ര ട്രിപ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ടുള്ളതാ ഇല്ലയോടാ? എത്രയോ ഊണ് കഴിക്കാ വീട്ടുകൂടന്റെ അവിടെ അല്ലേ കയറുന്നു. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴാണ് നമ്മളുടെ മുന്തിരിത്തോട്ടം. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാ. മോനെ പുറകോട്ടെടുത്ത് കൊടു, വലിയ വണ്ടിയാ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒച്ച എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. കൊടും വളവ. നമ്മൾ വണ്ടി പുറകോട്ടെടുത്ത് കൊടുത്തേ പറ്റൂ. വലിയ വണ്ടികൾ വീശി എടുത്ത് വരുവാ. ഉണ്ടോ എൻ്റെ അമ്മച്ചിയാ. ചുമ കൊണ്ട് വയ്യ. നമ്മൾ അണ്ണന്മാരുടെ സ്ഥലത്ത് കടന്താച്ച് തേനീ കമ്പം. ഇനിയാണ് പച്ചക്കറികളും ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളാണ്. അതായത് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്നാണ് പറയുന്നത്. ഒച്ചയൊന്നും എടുക്കാൻ വയ്യ മനുഷ്യരെ, എനിക്ക് വയ്യ. പെൻ സ്റ്റോക്കാണിത് കണ്ടോ, കുഞ്ഞമ്പലം അല്ലേ? ഇതാണോ? ആ അതേണ്ടതേ. എന്താ ആ വളവിനൊരു അമ്പലമാണിത്. അല്ലേ? ആ ക്രിസ്ത്യൻ പള്ളിയാണ്. അതൊരു മരത്തെ ചുറ്റിയ ആ പള്ളി കേട്ടോ.
ആ മരം നടുക്ക് നിന്നിട്ട് അത് ഈ ചുറ്റി പെൻ സ്റ്റോക്ക് അല്ലേ ഇത് കാണാൻ പറ്റത്തില്ല മോനെ. അവിടെ വലിയ ഇത് വെച്ച് മറച്ചിരിക്കുന്നു. സൂപ്പർ തണുപ്പും ശാന്തമായ അന്തരീക്ഷവും അടിപൊളി. പക്ഷെ പെൺപിള്ളേരില്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തോ പോലെ, ഒരു പൂർണ്ണതയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ മാത്രമാണ്. സത്യം പറയാം അവളുമാരും കൂടെ ഒക്കെ വേണം. വലിയ എന്ത് രസമാണ് ഇത്. 2 സൈഡും വാഴത്തോട്ടം. നമ്മൾ തമിഴ്നാട്ടിൽ കയറി. എന്താ കമ്പം, തേനി, ദിണ്ടുക്കൽ, തിരുച്ചി ആയി. അത് തന്നെ ആ എഴുതിയിരിക്കുന്നത്. കമ്പം, തേനി, ദിണ്ടുക്കൽ, തിരുച്ചി. വേണ്ടത് തമിഴ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചത് കറക്റ്റ് ആണോ എന്ന് പറ. കൊഞ്ചം തമിഴ് വായിക്കാൻ തരും പഠിക്കാ. പിന്നെ ഒരിക്കൽ മാത്രമേ ഉള്ളൂ അബദ്ധം പറ്റിയത്. ഒരിക്കൽ ഞങ്ങൾ കൊടൈക്കനാൽ പോയ സമയത്ത് ഇങ്ങനെ ഓരോ വണ്ടികളുടെ ബാക്കിൽ എഴുതിയിരിക്കുന്ന വായിച്ച് കേൾപ്പിച്ച് എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ നോക്കി. ഞാൻ പറഞ്ഞു ഒരു ട്രാവലർ വന്നപ്പോൾ ഞാനത് ശ്രീ വേലായുധൻ എന്ന് വായിച്ചു. അപ്പോൾ അങ്ങനെ അല്ലായിരുന്നു അത് എഴുതിയിരുന്ന. അത് മലയാളത്തിലും അപ്പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ എന്നെ കൊന്ന്. അപ്പോൾ ഇത് സത്യമാണ്. കമ്പം, തേനി, ദിണ്ടുക്കൽ, തിരുച്ചി എന്ന് തന്നെയാണ് ആ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ബാക്ക് പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത്. അയ്യടാ, ഇത് നമ്മള് ജിനൂസ് പിന്നെ ജിനൂസ് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ. ആ പുളി കണ്ടോ, നിറയെ പുളിയാണ് കണ്ടത്. ഇതാണ് ആ പേസ്റ്റ് പോലെ അരച്ച് മാങ്ങ നിൽക്കുന്നുണ്ടോ. എന്റെ പൊന്നെ മാങ്ങ കണ്ടോ. മാങ്ങ കണ്ടോ, നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. നിറയെ മാങ്ങ ഉണ്ടോ. അവര് വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് നമ്മുടെ വെള്ളം കൊണ്ടുവന്ന് മുല്ലപ്പെരിയാറില് അവിടുന്ന് കൊണ്ടുവന്ന് നിറയെ ഇലവ് ഉണക്കാണ്. പക്ഷെ അവര് പൊന്ന് വിളയിച്ച് നമ്മളെ തീറ്റിക്കുകയാണ്. ഒപ്പം വിഷവും. അവരുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് കിടക്കുന്ന കാര്യം ശരി തന്നെ. രോഗങ്ങളും ശരിക്ക് കിട്ടുന്നുണ്ട്. കാരണം എൻഡോസൾഫാൻ അതുപോലുള്ള മാരക സംഭവങ്ങളാണ് ഇത് മുഴുവനും. അടിച്ച് ഇട്ടല്ലേ നമ്മൾ അറിയുന്നില്ലല്ലോ. പുളി കണ്ടോ, പുളി. മാവുകൾ പൂത്ത് നിൽക്കുന്ന കണ്ടോ. ചെറിയ മാവ് വരെയാണ് പൂത്ത്. നല്ല എൻ്റെ മോനെ, അങ്ങോട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കൈയ്യെടു കൈ സ്പീഡിൽ ഓടുന്നോണ്ട് അത് ശരിയാവത്തില്ല. ഇതാണ് സൂപ്പർ. ആ ഇങ്ങനെ കിട്ടി. വേണ്ടത് എനിക്ക് കാണാം. ഇത് സൂപ്പർ കേട്ടോ, സൂപ്പർ. വേണ്ട ദിണ്ടുക്കൽ, മധുരൈ, തേനി, ഗൂഡല്ലൂർ. ഞങ്ങൾ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുള്ള ഇല്ലയോ സ്ഥലം. ഒത്തിരി മാറ്റം വന്നു. ഗൂഡല്ലൂർ, തേനി. നമ്മള് ഒരു പ്രാവശ്യം ജെനീസ് അത് തന്നെയല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം ഗൂഡല്ലൂർ പോകുന്ന വഴിക്ക് തെറ്റിപ്പോയില്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് പുളിയാ നിൽക്കുന്നുണ്ട്. പുളി തോട്ടങ്ങൾ. അതുകൊണ്ട് നോക്ക് എൻ്റെ എന്തെല്ലാം ഉണ്ടെന്നറിഞ്ഞ ഈ ഒരു കോവയ്ക്കായ പടന്ന് കിടക്കുന്നോണ്ട് ആ സൈഡില് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ 2 വർഷത്തിന് മുമ്പ് ഞങ്ങള് വരുമ്പോ മരുഭൂമി പോലെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് വന്നു അൻസർമോനുമായിട്ട്. 2 കഴിഞ്ഞ വർഷം ഞങ്ങൾ അൻസർമോനുമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. കംപ്ലീറ്റ് കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അടിപൊളിയെ
തെങ്ങ്. തമിഴ്നാടിന്റെ ഭംഗി. കമ്പം തേനി ഭാഗത്ത് വരണം. ഞങ്ങൾ സ്ഥിരം വരുന്ന മുന്തിരിത്തോട്ടമാണ് ജെനീസ്. ഉണ്ടോ ഇവിടെ? അയ്യോ, ഇത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും അത് ഒരു സൈഡിൽ മുന്തിരി പറിക്കുമ്പോൾ അടുത്ത സൈഡിൽ ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്നുണ്ട് ഞങ്ങളുടെ ജെനീസ്. ഇപ്പം അൻസർമോനും ചാലുക്കുട്ടനുമായിട്ട് കഴിഞ്ഞ വർഷവും ഞങ്ങളിവിടെ വന്നതാണ്. കണ്ടതാ ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ജ്യൂസും പെട്ടിക്കണക്കിന് നമ്മൾ ഇതേണ്ടത് ഇവിടെയൊക്കെ എന്തോരം വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ പല വീഡിയോയ്ക്കകത്തും ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങി കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഇറങ്ങിയത്, അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം നല്ല വെയിലാണ്. പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുന്തിരിത്തോട്ടം മരുന്നെങ്കിൽ നടക്കട്ടെ കുഞ്ഞു. ഞങ്ങള് കൊടൈക്കനാൽ പോയത് പിന്നെ എന്തുവാ ബോഡിമെട്ട് വഴിയാണ് പോയത്. അതുകൊണ്ട് അവിടെ എല്ലാം കെട്ടിടങ്ങൾ പണിയോ ഉണ്ടോ? തെങ്ങും തോപ്പ്. അഗസ്തി നിൽക്കുന്ന കണ്ടോ? അഗസ്തി എന്റെ മോനെ. ഞങ്ങളിവിടെ ഒരു പിന്നെ മുരിങ്ങത്തോട്ടത്തിൽ ഞങ്ങളങ്ങ് കേറി. മുരിങ്ങക്കാട ഞങ്ങള് കൊറേ പറിച്ചു കൂട്ടി. നമ്മുടെ വാപ്പ സമ്പാദിച്ചിട്ട് ആള് വന്ന് ആരാണ്ടി എന്ന് അവരുടെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ആള് വന്ന് ഞങ്ങൾ പതുക്കെ മരത്തിൽ ചുവട്ടിലിട്ടിട്ട് ഒന്നും അറിയാത്ത പോലും പോയിരുന്നു. പിന്നെ അയാള് വന്ന് ഞങ്ങളൊക്കെ ചോദിച്ച് പറിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ച് കുറച്ച് പറിച്ചു തന്ന്. ഇങ്ങനെ മോഷണം ഒരുപാട് നടത്തുന്ന ഏരിയയായത്. സുധീറും ഞങ്ങളിവിടെ വർക്കലേന്ന്. അയ്യോ, ഞങ്ങളിത് വഴി പോകുമ്പോ കൊടൈക്കനാലും മൂന്നാറും ഒക്കെ പോകുമല്ലോ. പോകുന്ന സമയത്ത് ഞാൻ പിച്ചാത്തി ഇപ്പോഴും ഉണ്ട് എൻ്റെ കത്തി. ആപ്പിളൊക്കെ മുറിക്കാൻ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങളങ്ങ് പാടത്തോട്ടങ്ങ് ഇറങ്ങും. ക്യാബേജ്, കോളിഫ്ലവർ, ചോളം, ഇഞ്ചി. അയ്യോ, എനിക്ക് വയ്യ. അത് കൊടൈക്കനാലും അപ്പുറത്തെ സൈഡിൽ കൂടെ. ഇവിടെ മേഘമല വന്നു. ആ, അഗസ്തിയല്ലേ നിൽക്കുന്ന മൊത്തം. സുലുകുട്ടൻ പപ്പാക്ക് എന്തോ മേടിക്കാൻ പോവുക. രണ്ട് സൈഡിലും കൃഷി കണ്ടോ? നെല്ല്. നമ്മളെ ഊട്ടാനുള്ള ഭക്ഷണങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആല് കണ്ടോ? അതിനാ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരിരിക്കുന്നു. ഇവിടെ ഈ പാടങ്ങൾ മുഴുവനും കൃഷി ചെയ്യുക. നമുക്ക് ചോറ് തരാന്, നമുക്ക് ഭക്ഷണം ഒരുക്കുക. കരിമ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്ന കണ്ടോ? നമ്മുടെ കേരളത്തിലേക്ക് വരാനാ. അതെ, എന്താ ഇവിടെ ഇല്ലാത്ത കൃഷികൾ ഏതാ? അയ്യോ, ആലോചിച്ചാലേ. ദേമോനെ, ഈ ഭാഗത്ത് വന്നാടാ ഞങ്ങള് പോരുകോഴിയെ വാങ്ങിച്ച്. അതുപോലെ തന്നെ ആണ്ടിപ്പട്ടിയായത്. ആണ്ടിപ്പട്ടി വന്നിട്ട് പോരുകോഴിയൊക്കെ വാങ്ങിച്ചോണ്ടോ? അല്ല, അവിടെ തിരിച്ചു വരുന്ന വഴിക്ക്. വാ,
നമ്മൾ പട്ടിക്കാടായ ഉസിലാമ്പട്ടിയിലേക്ക് കടന്നതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസിലാമ്പട്ടി പെൺകുട്ടി ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഉസിലാമ്പട്ടി പോലീസ് സ്റ്റേഷനൊക്കെ കടന്ന് നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കോവിലുകളൊക്കെ കാണുമ്പം എൻ്റെ കുട്ടിക്കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഞങ്ങളുടെ ചെറുപ്പകാലം തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കോവിലുകളുടെ ചുറ്റിനുമാണ് നമ്മൾ താമസിച്ചിരുന്നത്. 1000 കോവിലുകളുണ്ട്. മാരിയമ്മൻ കോവില്, അങ്ങനെ കുറേ കോവിലുകളുണ്ട്. അമ്മൻ കോവിലുകളാ. പായത്തോട്ടമാ അത്. തെങ്ങും തോപ്പുകളും പപ്പായത്തോട്ടവും. കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കയറ്റി ഇട്ടിരിക്കുന്ന കണ്ടോ, നെൽകൃഷിക്ക്. ഉസിലാമ്പട്ടി ടൗൺ ആണിത്. ചെറിയൊരു പട്ടണം. നമ്മുടെ പെണ്ണുങ്ങളെല്ലാം വാങ്ങിച്ച് തലേ വെച്ചുകൊണ്ട് കോവില് കണ്ടു. കോവില് നമ്മുടെ കേരളത്തെ വെല്ലും ഇവിടുത്തെ നെൽകൃഷി കണ്ടാല് കേട്ടോ. എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. വിളഞ്ഞു കിടക്കുന്നതുണ്ട്, കൊയ്യാറായതുണ്ട്, കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നതുണ്ട്. ആടിയുള്ളി നെല്ല് വിളഞ്ഞു കിടക്കുന്ന കണ്ടോ. ദേമോനെ ഇടാ നമ്മുടെ അവിടുത്തെ കൂട്ടെ ഒത്തിരി പൊക്കമല്ലല്ലോ ഇവിടുത്തെ നെല്ല് കണ്ടോ. മൊത്തം വിളഞ്ഞു കിടക്കുക. കണ്ടിട്ട് നമ്മുടെ പള്ളിപ്പാടം ഓർമ്മ വരുന്നില്ലടാ, നമ്മുടെ പാടത്തിന്റെ. ഇതൊക്കെ ശരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടില് കൃഷി ഇറക്കാൻ പോകുന്നതല്ലേ ഉള്ളു. ഓ എന്താ ഭംഗി നോക്ക് നിങ്ങള്, എന്താ രസം. നെല്ല് കൊയ്യാറായി ഇപ്പുറത്ത് വേണ്ട ഒരു പരുവായതുണ്ട് കണ്ടോ. എന്റെ പൊന്നോ എന്ത് ഭംഗി. മോനെ ഈ ഗ്ലാസ് ഒന്ന് താക്കാനൊരു കിടക്കുന്ന നെൽപ്പാടം. എന്താ പാടാ സുലിക്കുട്ടായത്, എന്താ ഭംഗി. കണ്ടോ വെള്ളമില്ലാത്ത തമിഴ്നാട്ടിൽ. അതെ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുല്ലപ്പെരിയാർ ടൗൺ. മീനാക്ഷി അമ്മൻ ടെമ്പിൾ, നേരെ റെയിൽവേ ജംഗ്ഷൻ, തിരുമലൈ നായ്ക്കർ മഹാൾ, ഗോരിപ്പാളയം. അങ്ങനെയാ അവര്. നമ്മളിതാ മധുരൈ എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡാണ് മധുരൈ ടൗൺ. നമ്മുടെ നാട് പോലെ തന്നെ ഞങ്ങൾക്ക് പരിചിതമായ റോഡും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം എൻ്റെ വാപ്പായുടെ സുഹൃത്ത് ബോസുമാമൻ്റെ വീട് ഇവിടെയാണ്. ഞങ്ങൾ ചെറുപ്പം മുതൽ വരുന്നതാണ്. രാത്രിയായാലും ഇവിടെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അത്രമാത്രം തിരക്കാണ്. ഹോട്ടൽ താജ്.
അങ്ങനെ ഞങ്ങൾ രാത്രി 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്ന താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് താഴെ റോഡാണ്. നീ അടച്ചിട്ട് മധുരയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മധുര മീനാക്ഷി ടെമ്പിള്, അതുപോലെ തന്നെ മാർക്കറ്റ്, നമ്മുടെ അരവിന്ദ ഹോസ്പിറ്റൽ, നമ്മുടെ കണ്ണിൻ്റെ ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടുത്തെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.